നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന 27-ാം തീയതിക്കുള്ളിൽ വളരെയധികം അനുഗ്രഹം നേടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മറന്ന് ചിരിക്കുവാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത് വളരെയധികം ഭാഗ്യമാണ്. ഇവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ കഷ്ടതകളിൽ ഇവരെ സഹായിക്കുകയോ ഒക്കെ ചെയ്യാതിരുന്നവർക്കൊക്കെ തക്കതായ മറുപടി ലഭിക്കുവാനായിട്ട് പോവുകയാണ്. അത്രയ്ക്ക് നിഷ്കളങ്കരായ വ്യക്തികളാണിവർ. ഇവർ ഓരോ ത്യാഗങ്ങളും സഹിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇവർ ഓരോ തരത്തിൽ വിഷമതകൾ അനുഭവിച്ചതും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. അത്തരത്തിൽ ഓരോ വിഷമഘട്ടങ്ങളിലൂടെയും കടന്നു പോവുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് വരുന്ന 27-ാം തീയതിക്കുള്ളിൽ വളരെയധികം അനുഗ്രഹങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. അതിലൊന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന കാര്യം വരുന്ന ദിവസത്തിനുള്ളിൽ സാധിക്കുവാനായിട്ട് പോവുകയാണ്. ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷം സാഹചര്യമൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. രോഗപ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തെ പലപ്പോഴും തകർത്തിയിട്ടുണ്ട്. പലപ്പോഴും പലരും ഇവരുടെ ജീവിതത്തെ വെല്ലുവിളികളായി നിന്നിട്ടുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. വരുന്ന 27-ാം തീയതിക്കുള്ളിൽ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. അവിട്ടം നക്ഷത്ര ജാതകരെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം പ്രയാസഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചധികം വെല്ലുവിളികൾ അനുഭവിച്ച വ്യക്തികളാണ്. എന്നാൽ അവരുടെ ജീവിതത്തിലും ഒരു ശുഭദിനം സംഭവിക്കാനായിട്ട് പോവുക തന്നെയാണ്. അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുക. മൂന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ മാത്രം കടന്നുപോയ നക്ഷത്ര ജാതകരാകുന്നു ഇവർ. ഒന്ന് സന്തോഷിക്കുവാനോ സമാധാനത്തോടുകൂടി ജീവിക്കുവാനോ ഒന്നും കഴിയാതെ വളരെയധികം ഭാരം അനുഭവിച്ച വ്യക്തികൾ. എന്നാൽ വരുന്ന കുറച്ച് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റമുണ്ടാകുവാനായിട്ട് പോവുകയാണ്. ഇവരെവിടെയാണോ ഒന്നുമല്ലാതായി നിന്നത് അവിടെ നിന്നൊക്കെ തുടങ്ങുവാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ തള്ളിപ്പറയരുത്. ഒരു വളരെയധികം നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇനി അടുത്ത നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒരു ഉയർച്ച നേരിടുവാനായിട്ട് പോവുകയാണ്. വിശ്വാസത്തോടും ജീവിതാനുഗ്രഹത്തോടും ജീവിത ലക്ഷ്യത്തോടും കൂടി ഈശ്വരൻ നിങ്ങളെ വളരെയധികം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉയർച്ചയും ഭാഗ്യവുമാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വാസം കൈവിടരുത്. ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും ഭാഗ്യവും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ നക്ഷത്ര ജാതകരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.